സപ്താഹ യജ്ഞത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നല്ലവരായ വിശിഷ്ട അതിഥികൾക്കും നല്ലവരായ മറ്റ് എല്ലാ ഭക്തജനങ്ങൾക്കും അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഇസ്കോൺ ബഹറിൻ്റെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു. ഹരേ കൃഷ്ണ. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട സ്പോൺസേഴ്സ് മിസ്റ്റർ ദേവ ക്ഷേത്ര, മിസ്റ്റർ പ്രമോദ് കുമാർ ആൻഡ് ഫ്രണ്ട്സ്, മിസ്റ്റർ സുരേഷ് ജനറൽ മാനേജർ ഡുണ്ടി കൺസ്ട്രക്ഷൻ, മിസ്റ്റർ ബാബുരാജ് ഖത്തർ എഞ്ചിനീയറിംഗ് ലാബറട്ടറീസ് തുടങ്ങിയ നിരവധി നല്ലവരായ പല ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ സത്കർമ്മം നമുക്ക് ഇവിടെ നടത്താൻ കഴിയുന്നത്. എല്ലാവർക്കും ഇസ്കോൺ ബഹറിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം, നാളെ ഒരു ദിവസം നമ്മുടെ ഈ കർമ്മം ഈ ഹാളിലായിരിക്കില്ല, തൊട്ടടുത്തുള്ള അവിടെ ഹാൾ നമ്പർ 1 അവിടെ വെച്ചായിരിക്കും നടക്കുന്നത്. അതിൽ വരുമ്പോൾ അതിൻ്റെ വഴി കാണിച്ചു തരാൻ പറഞ്ഞുതരാൻ നമ്മുടെ ഭക്തജനങ്ങളോട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളെ കൃത്യം 10:30 തന്നെ ദശാവതാര നൃത്തശില്പത്തോടു കൂടിയായിരിക്കും നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുക. 10:30 തന്നെ എല്ലാവരും എത്തിച്ചേരേണ്ടതാണ്. ഈ വൈകുന്നേരം മറ്റ് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ യജ്ഞത്തിൽ പങ്കുകൊള്ളാൻ അവസരം ലഭിച്ച നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചവരാണ്. ആരാധ്യനായ ഹിസ് ഗ്രേസ് ഡോക്ടർ ജഗസാക്ഷിദാസ് പ്രഭുജിയിൽ നിന്നും ഈ ഭാഗവതാമൃതത്തെ പാനം ചെയ്യാൻ നമുക്ക് കിട്ടിയ അവസരം ഭഗവാന്റെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും ആധികാരികവും എന്നാൽ വളരെ ലളിതവും നർമ്മം കലർന്നതുമായ രീതിയിൽ അദ്ദേഹം ഈ അമൃത് നമുക്ക് പകർന്നു നൽകുകയാണ്. അദ്ദേഹത്തിൽ നിന്നും ഈ പ്രഭാഷണ ശൈലി ആസ്വദിക്കാൻ കഴിയുക എന്നത് ഭഗവത് കൃപയാലുള്ള നമ്മളുടെ ഭാഗ്യം തന്നെയാണ്. ഇനി നമുക്ക് ആദരണീയനായ നമ്മുടെ ആചാര്യൻ ഹിസ് ഗ്രേസ് ജഗസാക്ഷി പ്രഭുജിയെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഹാരമർപ്പിക്കാനായി ബ്രജ വേണുഗോപാല പ്രഭുജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ.
Krishna 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 Hare 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 Ram 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 Hare 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 Krishna Hare Krishna 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 Hare 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 Ram 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 Hare 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 Krishna Jai Jai Prabhupada Prabhupada Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Narayanam Namaskritya Naram Chaiva Narottamam Devim Saraswatim Vyasam Tato Jayamutiraye He Krishna Karuna Sindhu Dinabandhu Jagatpate Gopesha Gopika Kanta Radha Kanta Namostute Tapta Kanchana Gaurangi Radhe Vrindavaneshwari Vrishabhanusute Devi Pranamami Haripriye Namo Brahmanya Devaya Go Brahmana Hitaya Cha Jagat Hitaya Krishnaya Govindaya Namo Namaha Krishnaya Vasudevaya Devaki Nandanaya Cha Nanda Gopakumaraya Govindaya Namo Namaha Jai Sri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaura Bhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare Hare Jaya Jaya Bhagavata Deva Jaya Jaya Bhagavata Jaya Jaya Radha Krishna Swarupa Jaya Jaya Bhagavata Deva Jaya Jaya Bhagavata Jaya Jaya Bhagavata Deva Jaya Jaya Bhagavata Jaya Jaya Radha
जय भागवता देवा जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता श्रीमद् भागवतम की जय। ഭാഗവത തത്വവിചാര സത്രത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ്. എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. അപ്പോ ഇന്നലെ ആദ്യമായിട്ട് അവതാരികയുടെ കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു, ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് അടിസ്ഥാനപരമായി നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഭാഗവത കഥകളും തത്വവും ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതെല്ലാം വെറും ഒരു കെട്ടുകഥയായി മാത്രം നമുക്ക് തോന്നും. ആ ഫൗണ്ടേഷണൽ ലെസൺ, അടിസ്ഥാനപരമായ പാഠം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആത്മാവാണ്, ഈ ശരീരമല്ല എന്നുള്ള ആ പരമതത്വം മഹാവാക്യങ്ങളിൽ ഒന്നാണത്. ഞാൻ ആത്മാവാണ്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ആത്മാവാണ്, ദൈവം പരബ്രഹ്മം. അത് കൂടുതൽ പിന്നെ നമ്മൾ വിശദീകരിക്കും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഞാൻ ആത്മാവാണ്, അല്പകാലം വാടകയ്ക്ക് ഈ ശരീരത്തിനകത്ത് നമ്മൾ വസിക്കുന്നു. എത്ര നമ്മൾ പുണ്യം ചെയ്തിരിക്കുന്നോ, എത്രയ്ക്കും പാപം ചെയ്തിരിക്കുന്നോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ 60, 70, 80, 100 വർഷം ഈ ശരീരത്തിനകത്ത് നമുക്ക് വസിക്കാൻ അനുവാദമുണ്ട്. മനസ്സിലായോ? ആ സമയം തീരുമ്പോ എത്ര വലിയ മഹാനായാലും ശരി, ഒരു ദിവസം എല്ലാവർക്കും ഈ കൂട് വിട്ട് പുറത്തു പോകേണ്ടി വരും. ശാശ്വതമായി ഈ ശരീരത്തിൽ തന്നെ നിരന്തരം വസിക്കും എന്ന് വിശ്വാസമുണ്ടോ? എല്ലാവർക്കും ഒരു ദിവസം. ജനന തീയതി എങ്ങനെ നിശ്ചയമാണോ, അതേപോലെ തന്നെ മരണത്തീയതിയും നിശ്ചയം. മാത്രമല്ല, ഇവിടെ കൂടി ആർക്ക് ദേഷ്യം തോന്നരുത് കേട്ടോ, ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരിൽ ഏകദേശം എല്ലാവരും പകുതി ബെല്ലടിച്ച ആൾക്കാരല്ലേ? ആണോ അല്ലേ? ഇല്ലേ? എല്ലാവരും പകുതിയായി. അപ്പോ ഒരു ദിവസം നമുക്ക് ഇത് ഉപേക്ഷിച്ചു പോയേ പറ്റും. യമൻ വരുമ്പോ 50 റുപ്യ കൊടുത്തിട്ട് നാളെ വാങ്ങുമെന്നും പറയാൻ പറ്റില്ല. യമൻ അവന്റെ കർത്തവ്യം ശരിക്കും ചെയ്യും. കാലക്ഷേപോന കർത്തവ്യം ക്ഷീണമായോ ക്ഷണേ ക്ഷണേ യമസ്യ കരുണാനാസ്തി കർത്തവ്യം ഹരികീർത്തനം. യമന് ഈ കാരുണ്യം എന്ന് പറയുന്ന സാധനമില്ല, എല്ലാരെയും കൊണ്ടുവരും. പിന്നെ അദ്ദേഹത്തിന് കർക്കിടക മാസത്തിൽ അല്പം ടാർഗറ്റും പ്രഷറൊക്കെ ഉണ്ട്. അപ്പൊ ഈ നടുക്ക് വലിക്കുന്ന ആൾക്കാരെയും കൂടെ കൊണ്ടുവരും. ജനന തീയതി എത്ര ഉറപ്പാണോ, അതുപോലെ തന്നെ നമുക്ക് എന്താ ഉറപ്പ്? മരണത്തീയതിയും ഉറപ്പാണ്. അത് അടുക്കും തോറും നമുക്കറിയാൻ പറ്റും. തലേന്ന് രാത്രി ചെന്ന് കിടന്നപ്പോ ഒരു ബുദ്ധിമുട്ടുമില്ല. അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോ എവിടെയൊക്കെയോ മുട്ടിലൊരു ചെറിയ വേദന. ഇത് യമന്റെ ഒരു മെസ്സേജാണ്. സതസന്ധി ജർജരം മൂഢാ ദുർമതേ കിം രസായനം പിബ.
തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം എത്ര പേര് സന്ദർശിച്ചിട്ടുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവരും. സ്വർണം കാണാൻ പോയതായിരിക്കും അല്ലേ? അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം. അവിടത്തെ 10,000 കൊല്ലത്തിന് മുമ്പേ ഉണ്ടായിരുന്ന രാജാവ് കുലശേഖര ആഴ്വാർ, തിരുവിതാംകൂർ ഭരിച്ച ചക്രവർത്തി, അദ്ദേഹം മുകുന്ദമാല എന്ന ഗ്രന്ഥത്തിൽ ഈ ശ്ലോകം എഴുതിയിട്ടുണ്ട്. സതസന്ധി ജർജരം, സയൻസാണ്. നമ്മുടെ ശരീരത്തിൽ 100 സന്ധികളുണ്ട്, ജോയിന്റ് 100 എണ്ണം ഉണ്ട് അത്ര. സതസന്ധി എല്ലാം ജോയിന്റ് ആണ്. അവിടെ എല്ലാം ജോയിന്റ്. സതസന്ധി ജർജരം. ഒരു ദിവസം ഏതെങ്കിലും ചില ജോയിന്റ് ഇങ്ങനെ ഒരു വിറയിലും വേദനയും വരും. മൂട, മണ്ട, ദുർമതേ, ബുദ്ധിയില്ലാത്ത വിവരം കേട്ട വിവരദോഷി, കിം രസായൻ, മരുന്ന് കുടിക്കാൻ പോകരുത്. കിം രസായനം പിബ, എന്തിനാ നീ മരുന്ന് കുടിക്കണം? എന്തായാലും പോകും. കിം രസായനം പിബ, എന്തിനു കുടിക്കുന്നു? ഈശ്വരന്റെ നാമം ജപിക്കൂ. ഇതെല്ലാം കേട്ടിട്ട് നാളെ ആരും വരാതിരിക്കരുത്, നിങ്ങൾ മരുന്ന് കുടിച്ചോ. അപ്പോ ഇത് യമന്റെ ഒരു മെസ്സഞ്ചറാണ്. അതായത് നമ്മൾ അല്പം തയ്യാറായിക്കൊള്ളണം. സന്ധിവേദന യമൻ വരുന്ന മുമ്പേ നമുക്ക് അയക്കുന്ന ഒരു സൂചനയാണ്. ഇവിടെ ഉള്ള എത്ര പേർക്ക് ഈ സൂചന കിട്ടിയിട്ടുണ്ട്? ഓ, കുറച്ച് പേർക്ക്. ബാക്കിയുള്ളവർ ഇവിടെ ഇരിക്കേണ്ട കാര്യം. മൂടാ ദുർമതേ കിം രസായനം പിബ, എന്തിനാ നീ മരുന്ന് കുടിക്കണം? അപ്പൊ ഇതൊരു മരണം ഉറപ്പാണ്. മരണം എങ്ങനെ ഉറപ്പാണോ അതേപോലെ പുനർജന്മവും ഉറപ്പാണ്. ഇതൊന്നും നമുക്കറിയില്ല, അറിഞ്ഞാലും പലർക്കും അതിൽ വിശ്വാസമില്ല. മരണം എത്രയ്ക്കും ഉറപ്പാണോ അതേപോലെ തന്നെ എന്ത് ഉറപ്പാണ്? പുനർജന്മവും ഉറപ്പാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു, ഭഗവത്ഗീതയിലുള്ള ശ്ലോകം. ധ്രുവ എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയമാണ്, ഉറച്ച, ഏത് സാഹചര്യത്തിലും വ്യതിചലിക്കാതെ ഒരേ കേന്ദ്രത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാ ധ്രുവ എന്ന് പറയും. വിസ്തരിക്കുന്നവളത്രേ സ്ത്രീ. സ്ത്രീ വിസ്തരിച്ചുകൊണ്ടേയിരിക്കും. ആദ്യം 1, വിവാഹം കഴിക്കുമ്പോൾ 2, കുഞ്ഞുങ്ങളാകുമ്പോൾ 3, 4, പിന്നെ ചെറുമക്കളാകുമ്പോൾ സ്ത്രീ വിസ്തരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കലും അവന്റെ ഫോക്കസ് തെറ്റാതെ എന്ത് സംഭവിച്ചാലും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ കഴിവുള്ള ആളാണ് ആര്? പുരുഷൻ. പക്ഷെ കലികാലത്തിൽ ഭാഗവതം പറയുന്നു, പുരുഷനല്ല സ്ത്രീയുടെ ജോലി ചെയ്യുന്നു, സ്ത്രീയല്ല പുരുഷന്റെ ജോലി. ഒന്നും നേരെയാണ്. അവരെല്ലാം ജീൻസ് പാൻറ് ഇട്ടിട്ട് അത് ഇട്ടിട്ട്, ആണുങ്ങളെല്ലാം കൺമഷി വരച്ച് കമ്മലും ഇട്ടിട്ട് തലതിരിഞ്ഞ ഒരു കാലം, കലികാലം. പഴയ ആട്ടുകല്ല് കണ്ടിട്ടുണ്ട്. ഈ കല്ല്, ഈ വലിയ കല്ല് അവിടെ ഉണ്ടാവും, ഈ നടുക്കുള്ളതാട്ട്. ഇപ്പോഴത്തേതോ നടുക്കുള്ളത് അവിടെ ഉണ്ടാവും, വലിയ കല്ലാണ്. ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളുടെ റോൾ ചെയ്യാൻ തുടങ്ങുന്നു. പെണ്ണുങ്ങളെല്ലാം ആണുങ്ങൾ എല്ലാം തലതിരിഞ്ഞു പോയ ഒരു കാലം. അപ്പൊ അതുകൊണ്ട് ഈ ട്രെയിന് നേരെ പോകുന്നില്ല, ശരിയാകുന്നില്ല. അപ്പോ ധ്രുവ ഒരിക്കലും ഏത് സാഹചര്യത്തിലും എന്ത് സംഭവിച്ചാലും മനസ്സിൽ ഉറച്ചത് മാത്രം ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുന്നവൻ ധ്രുവൻ. ജാതസ്യ ഹി ധ്രുവോ മൃത്യു, ജനിച്ചു കഴിഞ്ഞാൽ മരണം എത്രയ്ക്ക് ഉറപ്പാണോ അതേപോലെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ഉറപ്പാണ്? ജനനവും ഉറപ്പാണ്. ഈ ജന്മം എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഒരു കഥയിൽ ചെറിയ ഒരു അധ്യായമാണ്. ഭാഗവതം വളരെ രസകരമായി പറയുന്നു, ആത്മാക്കൾ കൂട്ടം കൂട്ടമായി ജനിക്കും. ഇതൊരു പാക്കേജാണ്. ആത്മാക്കൾ കൂട്ടം കൂട്ടമായിട്ട് ജനിക്കും. ഈ ജന്മത്തിൽ ഭാര്യ ഭർത്താവായി കഴിയുന്നവർ അടുത്ത ജന്മത്തിൽ അച്ഛനും മകളും, അതിൻ്റെ അടുത്ത ജന്മത്തിൽ സഹോദരൻ സഹോദരിയാണ്, അതിൻ്റെ അടുത്ത ജന്മത്തിൽ ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ്, അടുത്ത ജന്മത്തിൽ അപ്പുറത്തെ വീട്ടുകാരും ഇപ്പുറത്തെ അയൽവാസികൾ. പക്ഷെ എന്ത് പറ്റും? എല്ലാ ജന്മത്തിലും ഈ 6-7 ആത്മാ കൂട്ടം കൂട്ടമായി വീണ്ടും വീണ്ടും ചെയ്യും. അതുകൊണ്ടാ വേദങ്ങൾ പറയുന്നത് ചേട്ടാ ഡൈവേഴ്സ് ചെയ്യല്ലേ. കാരണം അവള് വിട്ടു പോകില്ല.
അടുത്ത ജന്മം, അതിന്റെ അടുത്ത ജന്മം, അതിന്റെ അടുത്ത് കൂടെ തന്നെ